എൻസൈക്ലോമിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് സംസ്ഥാനത്തെ റേഷൻ വിലയുമായി ബന്ധപ്പെടുത്തിയുള്ള വിവരങ്ങളും അതോടൊപ്പം തന്നെ 4000-ഓളം റേഷൻ കടകൾ പൂട്ടുവാൻ വേണ്ടി സംസ്ഥാനത്ത് തീരുമാനം സർക്കാർ എടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സംസ്ഥാനത്തെ റേഷൻ കടകളെ ആശ്രയിക്കുന്നവരായിരിക്കും നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരും. അവർക്ക് തിരിച്ചടിയാകുന്ന തീരുമാനമാണ് നിലവിലുണ്ടായിട്ടുള്ളത്. സംസ്ഥാനത്തെ റേഷൻ അരിക്ക് അടക്കം വില കൂടുമെന്ന നിർദ്ദേശം സർക്കാരിന് ലഭിച്ചിട്ടുണ്ട്. ഇതുപ്രകാരം നിലവിലുള്ള റേഷൻ കടകളുടെ എണ്ണം കുറയ്ക്കാനും നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. സംസ്ഥാനത്ത് 4000-ഓളം റേഷൻ കടകൾ പൂട്ടി ബാക്കി കടകളിൽ വിൽപ്പന കൂട്ടുവാൻ അവസരമൊരുക്കുകയാണ് ഇതുമായി പ്രധാനമായി ലക്ഷ്യം വയ്ക്കുന്നത്. മുൻഗണനാ ഇതര വിഭാഗത്തിലെ നീല റേഷൻ കാർഡിൽ അരി കിലോയ്ക്ക് 4 രൂപയിൽ നിന്നും 6 രൂപയാക്കണമെന്നും ശുപാർശയുണ്ട്. വ്യാപാരികൾക്കുള്ള കമ്മീഷൻ കൂട്ടുന്നതിനാണ് ഇതെന്ന് പറയുമ്പോഴും നിർദ്ദേശത്തിൽ സാധാരണക്കാർക്ക് ആശങ്ക ശക്തമാണ്. റേഷൻ വ്യാപാരികളുടെ വേതന പരിഷ്കരണം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിക്കപ്പെട്ട സമിതിയാണ് സംസ്ഥാനത്തെ 13,872 റേഷൻ കടകൾ 10,000-ആക്കി കുറയ്ക്കണമെന്നും റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെടുത്തി 2023 ഡിസംബറിലെയും മറ്റും കണക്കുകൾ പ്രകാരമാണ് നിലവിലെ റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ വിറ്റുവരവ് കൂടി നോക്കിയാണ് വ്യാപാരികൾക്ക് കമ്മീഷൻ നൽകുന്നത്. 18,000 രൂപ മിനിമം കമ്മീഷന് 70% വിൽപ്പന വേണം. 45 ക്വിൻ്റലിന് താഴെയാണ് വിൽപ്പനയെങ്കിൽ ഇത് ലഭിക്കാറില്ല. ഏതു കടയിൽ നിന്നും റേഷൻ വാങ്ങാവുന്ന പോർട്ടബിലിറ്റി രീതി വന്നതോടുകൂടി ഓരോ കടയിലും എത്ര കാർഡ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നതുമായി ബന്ധപ്പെടുത്തിയുള്ള കാര്യങ്ങൾ പ്രസക്തിയില്ല. അതിനാൽ ഒരു കടയിൽ 800 കാർഡ് ഉടമകളെങ്കിലും എത്തുന്ന രീതിയിൽ എണ്ണം ക്രമീകരിക്കണമെന്നാണ് ശുപാർശ നൽകിയിട്ടുള്ളത്. വിൽപ്പനയുടെ തോതനുസരിച്ചുള്ള കമ്മീഷൻ നിരക്കുകളും നിർദ്ദേശിക്കുന്ന റിപ്പോർട്ടിൽ പ്രകാരം തയ്യാറാക്കി നൽകിയിട്ടുണ്ട്. റേഷനിങ് കൺട്രോളർ, സിവിൽ സപ്ലൈസ് വകുപ്പിലെ വിജിലൻസ് ഓഫീസർ, ലോ ഓഫീസർ എന്നിവരടങ്ങുന്ന സമിതിയാണ് ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കിയിട്ടുള്ളത്. തെക്കൻ ജില്ലയിലെ റേഷൻ കടകളുടെ എണ്ണം വടക്കൻ ജില്ലകളെ അപേക്ഷിച്ച് കൂടുതലാണെന്നും നിലവിലെ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വ്യാപാരികൾ 70-ാം വയസ്സിൽ വിരമിക്കുമ്പോൾ പകരം മറ്റൊരാൾക്ക് കട അനുവദിക്കരുത്. അതുപോലെ തന്നെ മാസം 15 ക്വിൻ്റലിൽ താഴെ മാത്രം വിൽപ്പനയുള്ള നിലവിലെ 85 കടകൾ നിലനിർത്തണോ എന്ന പരിശോധിക്കണം എന്നതുമായി ബന്ധപ്പെടുത്തിയുള്ള കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ലൈസൻസിയുടെ കീഴിൽ അധിക ചുമതലയുള്ള മറ്റു കടകളെ ലയിപ്പിക്കണമെന്നും നിലവിൽ ശുപാർശ പ്രകാരം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ വിവരങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുവാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ മറ്റു ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് തുടർന്ന് വിജ്ഞാനപരമായ മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.